ഹലോ കൂട്ടുകാരെ, ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് മറ്റൊരു റൊമാൻറ്റിക് കോമഡി സീരീസ് ആയിട്ടാണ്. ഇപ്പോൾ എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഡ് മെമ്മറി എറൈസർ എന്ന സീരീസിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ടെന്നീസിന്റെ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് കൊറിയയിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ നായകനാണ് കേട്ടോ. നായകന്റെ പേര് ലീഗുൻ എന്നാണ്. നമുക്ക് രണ്ട് നായികമാരുണ്ട്. അപ്പോൾ ലീഗുൻ ആണെങ്കിൽ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യുന്നതും ടെന്നീസ് ബോൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കോർട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരിക്കുമല്ലോ, അത് ലീഗുന്റെ അനിയനായിട്ടുള്ള ലീഷൻ ആയിരിക്കും കേട്ടോ. സോ ലീഷനാണ് നമ്മുടെ മറ്റൊരു നടൻ, അതായത് ചേട്ടനും അനിയനും ആണ് കേട്ടോ രണ്ട് നടന്മാര്. അങ്ങനെ ഗെയിം ഒക്കെ നന്നായി നടക്കുന്നതും ഈ ഓപ്പോണന്റ് ആയിട്ടുള്ള ആളോട് ലീഗുൻ പറയുന്നുണ്ട്, കളി കഴിഞ്ഞു എന്ന് നീ വിചാരിക്കേണ്ട, ഒരു ഗെയിമിലെങ്കിലും നീ എന്നെ തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അത് മെന്റൽ ഗെയിം ആണെങ്കിലും ഫിസിക്കൽ ഗെയിം ആണെങ്കിലും എന്ന് പറയുന്നതും ഇതൊക്കെ കേട്ടിട്ട് ലീഷൻ നല്ല ഹാപ്പി മൂഡിലായിരിക്കും. അങ്ങനെ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഓപ്പോണന്റ് ഉള്ള ആളുണ്ടല്ലോ, അയാളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ബാറ്റ് അങ്ങ് കൈവിട്ടു പോകുന്നതും ഇത് നേരെ അനിയനായി ലീഷിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീഗുൻ എടുത്ത് ചാടുന്നതും പിന്നീട് വേദന കൊണ്ട് പുളയുന്ന ലീഗുനെയാണ് കാണിക്കുന്നത്. അപ്പം അമ്മയും അച്ഛനൊക്കെ കോർട്ടിൽ നിന്ന് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പാവൻ ലീഗുന്റെ കയ്യിൽ റിസ്റ്റ് ഉണ്ടല്ലോ, കൈപ്പത്തി, അവിടുന്ന് അങ്ങോട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ലീഗുൻ നന്നായിട്ട് കരയുന്നതാണ് കാണിക്കുന്നത്. ഞാൻ അന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു? ഞാൻ ഇടയ്ക്ക് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കത് മറക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ടാറ്റു പോലെ എൻ്റെ മനസ്സിൽ അത് കൊത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതും ലീഗുനിന്റെ കരച്ചിലൂടെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇപ്പോഴത്തെ ലീഗുനെയാണ് കാണിക്കുന്നത്. ആള് വൈൻ കുടിക്കുന്നതും ബിസിനസ് ക്ലാസ്സിലായിരിക്കും സഞ്ചരിക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് അമ്മയും അച്ഛനും അതുപോലെ അനിയനായി ലീഷിനെയും ഇവൻ നോക്കുന്നുണ്ട് കേട്ടോ. വൈൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവൻ ബാർ കൗണ്ടറിലേക്ക് പോകുന്നതും അവിടെ നമ്മുടെ നായിക ഉണ്ടായിരിക്കും. നായികയുടെ പേര് ക്യുങ്ജിയോൻ എന്നായിരിക്കും കേട്ടോ. അവളൊരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ എന്തോ ഒരു സെമിനാറിനൊക്കെ പറ്റിയിട്ട് പ്രിപ്പയർ ചെയ്യായിരിക്കും. അതായത് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞൊരു സെക്കൻഡ് വെച്ചിട്ടാണ് മാറുക. ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ജീവിതം മൊത്തം അയാൾക്ക് ബാഡ് മെമ്മറീസ് ഉള്ളത് വെച്ചാലോ, അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവിതം ഒരുപാട് ട്രോമയൊക്കെ ഉള്ളതായിരിക്കും. അത് മാറാനും വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കര ടൈപ്പിങ്ങിലൊക്കെ ആയിരിക്കും. തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ലീഗുൻ ആണെങ്കിൽ ഹെയർ ഹോസ്റ്റസ്, ഇപ്പൊ ഞാൻ വലിയ ഗ്ലാസ്സിലെ വൈൻ തരുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഗുൻ ആണെങ്കിൽ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്നെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ അങ്ങനെ മുഴു കുടിയനൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ക്യുങ്ജിയോൻ ആണെങ്കിൽ ഈ ഡിസോർഡറിന് കാരണം ഇയാൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ മുഴു കുടിയനൊന്നും അല്ല, ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നത് വിചാരിച്ച് ഞാൻ കാശ് മുതലാക്കാൻ നോക്കുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഹെയർ ഹോസ്റ്റസ് ആണെങ്കിൽ, അയ്യോ സാറേ അതൊന്നും അല്ല, ചെറിയ ക്ലാസ് കഴിഞ്ഞു പോയി, അതാ ഞാൻ വലിയ ക്ലാസ്സിൽ തന്നേന്ന് പറയുമ്പോൾ, അയ്യോ സോറി ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്ന് ലീഗുൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവന്റെ കയ്യിലിരിക്കുന്ന ഇൻവിറ്റേഷൻ കാണുന്ന ഹെയർ ഹോസ്റ്റസ് ആണെങ്കിൽ, സ്കൂളിലെ റിയൂണിന്റെ ഇൻവിറ്റേഷൻ ആണല്ലോ സാറേ കാണുന്നത്, പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പോകണം എന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് ലവിനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നെപ്പോൾ ഒരാൾ പ്രപ്പോസ് ചെയ്താൽ അവളത് അംഗീകരിക്കും എന്ന് ചോദിക്കുമ്പോൾ, പിന്നെന്താ തീർച്ചയായും എന്ന് ഈ എറോസ്റ്റസ് അവിടെ പറയുന്നുണ്ട്. ക്യുങ്ജിയോൻ ആണെങ്കിലോ ഇവനെ നോക്കി ഇവൻ അത്ര കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ മനസ്സിൽ പറയുന്നതും ഇവനാണെങ്കിൽ അപ്പൊ ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളെ നോക്കി ഞാൻ കുറെ നേരമായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. ഇവനാണെങ്കിലോ ആക്ച്വലി ഇവളുടെ മുഖത്ത് ഈ വൈൻ കുടിച്ചപ്പോൾ പാടുണ്ട്, അത് തുടച്ചു കളയാനാണ് പറയുന്നത്. പക്ഷെ അത് നേരിട്ട് പറയാതെ ഇവൻ അവിടെയുള്ള ഒരു ഫ്രൂട്ട് എടുത്ത് കഴിക്കുന്നതും അതിന്റെ കറ മുഖത്താക്കുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇവൻ എന്തേ ചെയ്യുന്നതിനുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും. അതിനുശേഷം ഹെയർ ഹോസ്റ്റസിനോട് ഈ ടിഷ്യൂ പേപ്പർ ചോദിച്ച് അത് തുടച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവളാണെങ്കിൽ സംശയം തോന്നി മിറർ എടുത്ത് നോക്കുമ്പോൾ സ്വന്തം ഫേസ് കണ്ടിട്ട് ഇവള് തന്നെ ഞെട്ടാണ്. ഇവളതെടുത്ത് തുടയ്ക്കുന്നതും ലീഗുനാണെങ്കിൽ ആക്ച്വലി ഞാൻ നിങ്ങളെ വളയ്ക്കാൻ നോക്കിയതൊന്നല്ല, ഇത് തുടച്ചു കളയാൻ പറഞ്ഞതാണെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ കറക്റ്റ് ഈ എയറോപ്ലെയിൻ ഒന്ന് ഷെയ്ക്ക് ആകുന്നതും ഇവൻ നേരെ പോയിട്ട് ഇവന്റെ കൈ ഇവളുടെ ലിപ്പിൽ അങ്ങ് പ്രസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇവളങ്ങ് മൗത്ത് ക്ലോസ് ചെയ്യുന്നതും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ വെപ്പ് പല്ല് എന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ അയ്യോ ഫ്രണ്ടിലെ വെപ്പ് പല്ലായിരുന്നു എന്ന് ചോദിക്കുന്ന ടൈമിൽ അതല്ല, എൻ്റെ പല്ല് ഇപ്പം ഒന്ന് വെക്കാനുള്ളതാണ്, അതുകൊണ്ട് ടെമ്പററി ആയിട്ടൊരു പല്ല് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ വീണ്ടും ഇതിങ്ങനെ കുലുങ്ങുന്ന ടൈമിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാൻ പോകുന്നതും അവസാനം ലീഗുൻ അവിടെ വീഴുന്നുണ്ട്. ഇവളാണെങ്കിൽ വീഴാൻ പോകുന്ന ലാപ്ടോപ്പിനെയാണ് പിടിക്കുന്നത്. ലീഗുനാണെങ്കിൽ നിർവികാരായി ഇങ്ങനെ കിടക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവനെ നോക്കി, അത് പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവനത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇവളാണെങ്കിൽ താൻ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ എണീപ്പിക്കാൻ നോക്കുമ്പോൾ ഇവൻ മുന്നിൽ കാണുന്നത് മറ്റൊരു കൊച്ചു പെൺകുട്ടിയായിരിക്കും കേട്ടോ. ഇവളാണെങ്കിലും എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ വലത്തെ കൈ പിടിച്ച് വലിക്കുമ്പോൾ ആ കൈയിലായിരിക്കും കേട്ടോ മുൻ ഇഞ്ചുറി പറ്റിയത്. അപ്പൊ ഇവന് നന്നായി വേദനിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോളൂ എന്നാണ് ഇവൻ അവിടെ പറയുന്നത്. ഇവളാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഇവളുടെ കാർഡ് അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ആ ടൈമിൽ ഇവൻ ആലോചിക്കുന്നതായിട്ട് അവിടെ ഒരു പണ്ടത്തെ കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ആ ഇഞ്ചുറി പറ്റിയതിനു ശേഷം ഇവൻ ഇങ്ങനെ അമ്മൂമ്മയുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അമ്മ അവിടെ പറയുന്നുണ്ട് ഇവരുടെ എല്ലാ സാധനങ്ങളും ഓസ്ട്രേലിയയിലേക്ക് മാറ്റി, അതായത് ഇവർ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവാൻ പോവാണ്. അവിടെ തന്നെ ഉള്ള വേൾഡിലെ ബെസ്റ്റ് കോച്ചാണ് ലീഗുവിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് സെറ്റ് ആക്കിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഇവർ വിചാരിച്ചില്ല എന്ന് മാത്രമല്ല, ഇവൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് മൊത്തം ഇവർ ചെലവഴിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് ചേട്ടന് പകരം അനിയനെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന അമ്മൂമ്മയാണെങ്കിൽ അവൻ കൊച്ചു പയ്യനല്ലേ, വിഷമാവില്ലേ എന്നൊക്കെ പറയുന്ന ടൈമിൽ, അതായത് ഇവനിത് പറ്റിയില്ലല്ലോ, അനിയൻ അതിന് പകരം ട്രെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ എന്തായാലും ചേട്ടന് വിഷമാകും. അത് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസ് കാരണം ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല കുറച്ച് വർഷത്തേക്ക്, അമ്മ ഇവനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നത്. പാവം ലീഗുനാണെങ്കിൽ അവൻ്റെ ബാഗ് കൊടുത്തിട്ട് ഈ വയ്യത്തെ കൈയും വെച്ചിട്ട് പിന്നാലെ അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് ഓടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ ഓടുന്ന ടൈമിൽ ഇവൻ്റെ കഴുത്തിലെ മെഡൽ ഒരു നദിയിൽ അങ്ങ് വീഴുന്നതും ആ ടൈമിൽ തന്നെ ഇവനും കൈ കുത്തിയിട്ട് അങ്ങോട്ട് വീഴുന്നുണ്ട്. പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ ഇവൻ കാണുന്നത് ഒരു പെൺകുട്ടിയായിരിക്കും. അവളാണെങ്കിൽ ഓക്കെ അല്ലേ കണ്ണ് തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയാണ് നേരത്തെ കിം ജിയോന്റെ സ്ഥാനത്തും ഇവൻ കണ്ടത്. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇവള് പോകുന്ന ടൈമിൽ കാണുന്നുണ്ട് ലീഗുന്റെ അച്ഛനാണെങ്കിൽ ഒരു കോട്ടൊക്കെ ഇവന് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്കിതൊന്നും വേണ്ട എന്ന് ലീഗുനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് 2022 വിംബിൾഡൺ ഗെയിം ജയിച്ചിട്ട് തിരിച്ച് കൊറിയയിലേക്ക് വരികയാണ് ഇവന്റെ അനിയനായിട്ടുള്ള ലീഷിന് കേട്ടോ. ആളെ വെയിറ്റ് ചെയ്ത് പുറത്ത് ഒരുപാട് മാധ്യമ പ്രവർത്തകരൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും, അതുപോലെ ഫാൻസും. അപ്പൊ ഇവരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ലീഷിന്റെ കോട്ട് എടുത്ത് ഇവന് കൊടുക്കുന്നുണ്ട്. ഇവനെ അങ്ങ് മുന്നിലേക്ക് വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ഇവരെല്ലാവരും ഇത് ലീഷിനാണെന്ന് വിചാരിച്ച് സംസാരിക്കുന്നതും പിന്നീട് ഇത് ലീഷിനല്ലെന്ന് മനസ്സിലാക്കുന്ന മീഡിയാസും ഫാൻസും ഒക്കെ, അതായത് അച്ഛനും അമ്മയും കൂടിയിട്ട് അനിയനെ ഒരു വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങോട്ടങ്ങ് ഓടുകയാണ്. ഈ ടൈമിൽ ലീഗുനാണെങ്കിലോ ഈ ലഗേജ് ഒക്കെ എടുത്തിട്ട് അങ്ങ് ഓടിയിട്ട് നേരെ കിം ജിയോനായിട്ട് മുട്ടുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ സോറി പറഞ്ഞ പെട്ടിയൊക്കെ എടുത്തു വെക്കുന്നതും. ഇതേ ടൈമിൽ ലീഷിനോട് മീഡിയാസ് ഈ വിജയത്തെ എങ്ങനെ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം ജയിക്കാൻ പറ്റും, അത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും എന്ന് ഇവൻ പറയുന്നത് കേട്ട്, അതായത് ലീഗുന്റെ അതേ വേർഡ്സ് തന്നെയാണ് കേട്ടോ അനിയൻ പറയുന്നത്. ആഹാ ഒറിജിനൽ ആയിട്ടുണ്ടെന്ന് ലീഗുൻ അവിടെ പറയുന്നതും. വണ്ടി എടുക്കുന്ന ടൈമിൽ പാവ ലീഗുന് വണ്ടിയിൽ കയറാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നീട് അച്ഛനാണെങ്കിൽ നീ ഇങ്ങനെ നന്നായി കളിക്കുന്ന ഒരാളെ എന്നിട്ട് നിനക്ക് മീഡിയനെ ഫേസ് ചെയ്യാൻ പറ്റില്ലേ, എന്നാൽ നിന്റെ ഈ പേടിയൊക്കെ മാറാ എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ എന്നാലും ലീഗുനെ പറഞ്ഞാൽ മതി, അവരുടെ ശ്രദ്ധ തിരിക്കാൻ അവൻ ഏർപ്പാടാക്കിയതല്ലേ, എന്നിട്ട് അവൻ എന്താ ചെയ്തത്, ഇപ്പൊ എല്ലാവരും ഇവന്റെ അടുത്തേക്ക് വന്നില്ലേ എന്നൊക്കെ പറയുന്നതും. ലീഗുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ നോക്കുന്ന ടൈമിലാണ് ലീഗുൻ വണ്ടിയിൽ കയറിയിട്ടില്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അച്ഛൻ അപ്പൊ തന്നെ ലീഗുന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു ടാക്സി വിളിച്ചിട്ട് വായോ, ലീഷിന്റെ ക്രെഡിറ്റ് കാർഡ് നീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവൻ അത് അത്രയ്ക്ക് ഇഷ്ടമാകുന്നൊന്നുമില്ല കേട്ടോ. ആ ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ ഇവനെ കാണുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ ജസ്റ്റ് ഇവന്റെ ജാക്കറ്റ് കൊണ്ട് മുഖം മറക്കുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ഈ ആനിമൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 ഡോക്ടേഴ്സ് അതിൽ നിന്നൊരു ബോക്സ് എടുത്ത് പോകുന്നതും പിന്നീട് ക്യുജിയോങ് ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഇവള് ബാഡ് മെമ്മറി എറൈസർ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് ഒരു എലിയെ മൗസ് 107 എന്നാണ് കേട്ടോ ഈ എലിക്ക് പേരിട്ടിരിക്കുന്നത്. ആ എലിയെ ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് ഇതിന് ഷോക്ക് കേൾക്കുന്നത്. അതിനുശേഷം ഇതിന് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല. എത്ര നല്ല ഫുഡ് കൊടുത്താലും എത്ര നല്ല ഒരു സ്ഥലത്ത് വെച്ചിട്ടൊക്കെ കൊടുത്താലും ഇതിന് കഴിക്കാൻ പറ്റില്ല. വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അതിന് കാരണം ആ ഷോക്ക് ഏറ്റല്ലോ ആ ഒരു ട്രോമ കൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബാഡ് മെമ്മറി ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതൊരു ആക്സിഡന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് കേട്ട കുത്തുവാക്കുകളായിരിക്കാം, ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയതായിരിക്കാം. ആ ബാഡ് മെമ്മറീസ് ഒക്കെ തന്നെ ഒരുപാട് പെയിൻഫുൾ ആണെന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് ഷോക്ക് ഏൽപ്പിച്ചതായിരിക്കും. അതെല്ലാം നമുക്ക് നമ്മുടെ ബ്രെയിനിൽ നിന്ന് മാച്ച് കളയാൻ പറ്റിയിരുന്നെങ്കിലോ, അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നന്നായിട്ട് തന്നെ സെമിനാറൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം ലീഗുനാണെങ്കിൽ അവൻ ഒരു ബസ്സിൽ വന്നിറങ്ങുന്നതും അവന്റെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വീടൊക്കെ ആയിരിക്കും കേട്ടോ. ലീഷനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ അച്ഛനാണെങ്കിൽ നീ ടാക്സിയിൽ തന്നെയല്ലേ വന്നെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ എന്താ ഇത്ര ലേറ്റ് ആയത്, വേഗം റെഡി ആയിട്ട് പോ, ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നതും. ഇവന്റെ റൂമിലേക്ക് പോകുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ ലീഷിനോട് നീ പോയിട്ട് ചേട്ടനെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ലീഷിനാണെങ്കിൽ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ ചേട്ടനെ വിളിക്കാൻ പോകുന്നതും. ഇവൻ ഡ്രസ്സ് മാറുന്ന ടൈം ആയതുകൊണ്ട് അനിയൻ ജസ്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് അമ്മ ഇവന്റെ റൂമിലേക്ക് വന്ന് റെഫ്രിജറേറ്ററിൽ നിന്നും കിംചി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലീഗുനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എനിക്ക് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ, എന്റെ റൂമിലാണ് ഈ റെഫ്രിജറേറ്റർ വെക്കാൻ കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊള്ള റെഫ്രിജറേറ്റർ ഉള്ള റൂമിൽ നീ അല്ലേ വന്ന് താമസിക്കുന്നേന്ന് അമ്മ തിരിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നീട് ലീഗുന്റെ ഷെൽഫ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഷെൽഫിൽ ഒരുപാട് സൈക്കോളജിപരമായിട്ടുള്ള ബുക്സ് ഇരിക്കുന്നുണ്ട്. ഗ്രാൻഡ്മയുടെ കൂടെയുള്ള ഒരു പിക്ക് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ കയ്യിലത്തെ എല്ലിന്റെ ഒക്കെ പിക്കൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഷെൽഫിൽ കാണിക്കുന്നത്. പിന്നീട് ഇവൻ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അച്ഛനാണെങ്കിൽ നിനക്ക് ഈ ബ്ലാക്ക് ഡ്രസ്സ് മാത്രം ഇടാനുള്ള എന്തെങ്കിലും ബ്രൈറ്റ് കളേഴ്സ് ഡ്രസ്സ് ഇട്ടോടെ എന്ന് പറയുമ്പോൾ ഇവൻ സോറി പറയുകയാണ്. അപ്പം അച്ഛനാണെങ്കിൽ എന്ത് പറഞ്ഞാലും അതിന്റെ അവസാനം ഒരു സോറി ഉണ്ടായിരിക്കും, നിനക്ക് ഈ സോറി പറയാതിരിക്കാൻ ശ്രമിച്ചുകൂടി എന്ന് പറയുമ്പോൾ വീണ്ടും ഇവൻ സോറി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ഈ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ആദ്യം ലീഷിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ലീഷിൻ്റെ കൈ പൊള്ളുന്ന സമയത്ത് എന്താ അമ്മ ഇത് വേണിച്ചിട്ട് പൊള്ളിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ അനിയൻ ചോദിക്കുന്നതും അമ്മയാണെങ്കിൽ അയ്യോ ഞാൻ എൻ്റെ മോനെ അങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അമ്മ പറഞ്ഞത് എൻ്റെ മകൻ എന്നാണ്. അപ്പോഴും അവിടെ ഒരു വേർതിരിവ് കാണിച്ചു. എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ വേർതിരിവൊക്കെ നന്നായിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതിൽ അതിൽ പ്രത്യേകിച്ചുണ്ട്. ഫസ്റ്റ് തന്നെ ഫുഡ് കൊടുക്കുക എൻ്റെ അനിയനായി ലീഷിനാണെന്ന് പറയുന്നതും പിന്നീട് അമ്മ ഇരുന്നിട്ട് ഇങ്ങനെ ചിക്കൻ നുള്ളി പെറുക്കുന്നുണ്ട് കേട്ടോ. 2ാമത്തെ സ്ഥാനം എൻ്റെ അമ്മയ്ക്കാണ്, 3ാമത്തെ സ്ഥാനം എൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നതും.
ഈ വീട്ടിലെ ഏറ്റവും അവസാനത്തെ സ്ഥാനം ഒരിക്കലും സക്സസ്ഫുൾ ആയ ഇവിടുത്തെ മൂത്ത മകനായ എനിക്കാണെന്ന് ഇവൻ പറയുന്ന ടൈമിൽ അമ്മ നേരത്തെ ഈ നുള്ളി പെറുക്കിയായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ പീസസ് ഒക്കെ ഇവൻ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവനങ്ങ് സന്തോഷം വരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അമ്മയെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇന്ന് രാവിലെ എയർപോർട്ടിലുണ്ടായ കാര്യം ആലോചിച്ചാൽ എനിക്ക് വിഷമായിട്ടായിരിക്കും എനിക്കിനെ തന്നത്. ഇനി അതും ആയിരിക്കില്ല ചിലപ്പോൾ UK എൻ്റെ അനിയൻ്റെ മാനേജറായിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തല്ലോ, അതുകൊണ്ട് സ്നേഹം തോന്നിയിട്ടൊക്കെ ആയിരിക്കും അമ്മ എനിക്കിത് തന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് ആലോചിക്കുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ എടാ ഇതാ കോളേക്ക് അങ്ങ് കൊടുക്കുന്നു പറയുന്നുണ്ട്. അതായത് ഇവരുടെ വീട്ടിലെ പട്ടിക്കുട്ടീനെയാണ് കേട്ടോ അമ്മ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ കണ്ടില്ലേ ഈ വീട്ടിലെ ഇപ്പോൾ പട്ടിയുടെ സ്ഥാനം കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്ഥാനം എന്ന് ഇവനിങ്ങനെ പറയുന്നതും ഈ പട്ടിയായിട്ട് ഇവനങ്ങനെ കടിപിടി കൂടുന്ന ടൈമിൽ കോളയാണെങ്കിൽ ഇവൻ്റെ ചൂണ്ടിൽ നല്ലൊരു കടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യുജോങ്ങിൻ്റെ സെമിനാർ കഴിയുന്നതും അവിടുത്തെ മെയിൻ ഡോക്ടർക്ക് സെമിനാർ നന്നായിട്ട് ഇഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ നാളെ മിനിസ്റ്ററൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രസൻറ്റേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് അവതരിപ്പിക്കണം എന്നൊക്കെ പറയുന്നതും ഇവൾ ഓക്കെ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവളുടെ പല്ല് നന്നായിട്ട് ഇളകുന്നത് കേട്ടോ. ഇവള് നൈസായിട്ട് അവിടെ നിന്നും എസ്കേപ്പ് അടിക്കുന്ന ടൈമിലാണ് അവിടെയുള്ള മറ്റൊരു ഡോക്ടർ, ആൾ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ് കേട്ടോ, തേയോങ് എന്നാണ് പേര്. അപ്പോൾ തേയോ ഇവളുടെ അടുത്തേക്ക് വരുന്നതും ഇവളുടെ ഫ്രണ്ട് പല്ലങ്ങ് ഇളകി പോയിട്ടുണ്ടായിരിക്കും. ഇത് കാണുന്ന ഇവളുടെ കൊളീഗ്സ് ഡോക്ടേഴ്സിന്റെ ബോധം പോകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ വായ പൊത്തിയിട്ട് ഇവനോടൊന്നും സംസാരിക്കുന്നില്ല. നിന്റെ പ്രസന്റേഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നിനക്കൊന്നും എന്നോട് പറയാനില്ല എന്ന് പറയുമ്പോൾ ശരി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇവള് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ട് അടിക്കുന്നുണ്ട്. 4 മാസം കഴിഞ്ഞിട്ട് വരുന്ന എന്നോട് നിനക്ക് ഒന്നും പറയാനില്ലെന്ന് അപ്പോൾ തേയോൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവള് പല്ലൊക്കെ റെഡിയാക്കുന്നതും എന്നാലും ഇതുപോലത്തെ ഒരു അവസ്ഥ തേയോൻ ചേട്ടൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാരല്ലേ ഇപ്പോൾ എല്ലാം സെമിനാറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഈ സെമിനാറൊക്കെ കഴിഞ്ഞ് പിന്നെ ഡേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ ഇവളുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ അവിടെ നല്ല ആഘോഷമായിരിക്കും. എന്തായാലും സെമിനാറൊക്കെ അടിപൊളിയായി. ഇനി നമ്മുടെ ബ്രെയിൻ റിസർച്ച് ടീം ആളുകളുടെ ആയുസ് കൂട്ടാനുള്ള എക്സ്പെരിമെന്റ് വരെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഒരു ട്രീറ്റ് നടത്തിയാലോ എന്ന് പറയുമ്പോൾ ചൈനീസ് വേണോ ജപ്പാനീസ് വേണോ കൊറിയൻ വേണോ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് കറക്റ്റ് ഇവളങ്ങോട്ട് എത്തുന്നതും. ഒരു പാർട്ടിയും ഇല്ല, എല്ലാവരും നാളത്തെ സെമിനാറിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും അതുപോലെ ആ മൗസിനെ നന്നായിട്ട് നിരീക്ഷിക്കണം, അതിൻ്റെ ടെമ്പറേച്ചർ മോയ്സ്ചറൈസറൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ഇവരവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇവളുടെ പ്രൊഫസർ ആണെങ്കിൽ നിന്നെ എൽസ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ആളുകൾക്ക് വരുന്ന നല്ല മൂഡ് നശിപ്പിക്കാൻ നീ മിടുക്കിയാണെന്ന് പറയുന്നതും അതുപോലെ നീ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് പേഷ്യൻസ് നിന്നെ പറ്റി കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഈ സ്വഭാവം മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ എന്നെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിക്കൂടെ എന്നാണ് കേട്ടോ ക്യുജോങ് അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ പ്രൊഫസർ ആണെങ്കിൽ അതെ നിനക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, ഈ പ്രൊഫഷൻ എനിക്ക് ഇൻട്രസ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിന്നെ മാറ്റത്തേ ഇല്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ഈ സെമിനാറിലാണെന്ന് പറഞ്ഞ് ഇവളുടെ ലഗേജ് തുറക്കുന്ന ടൈമിലാണ് ലഗേജ് മാറിപ്പോയി എന്ന് ഇവൾക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യുന്നതും പ്രൊഫസർ ആണെങ്കിൽ എവിടെ UK നിന്ന് കൊണ്ടുവന്ന ആ ഫയൽസ് ഒക്കെ കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവള് ആകെ ടെൻഷൻ അടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് ലഗേജസ് മാറിപ്പോയ കാര്യം പറയുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട ആളുണ്ടായിരുന്നു, അയാളുടെ കൂടെയാണ് മാറിപ്പോയെന്നൊക്കെ പറയുന്ന ടൈമിലാണ് ലഗേജിൽ ലീഗുൻ ഇവന്റെ നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവള് ശ്രദ്ധിക്കുന്നതും ഇവളാണെങ്കിൽ ലീഗുനെ വിളിക്കുന്ന ടൈമിൽ ഫോൺ ബിസി ആയിരിക്കും. ഇവനിത് ആരെയാണോ വിളിക്കുന്നതെന്ന് ഇവള് പറയുന്നതും ഇവൻ വിളിക്കുന്നത് മറ്റാരെയായിരിക്കില്ല, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ബാങ്കുങ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ഷട്ടിൽ പഠിപ്പിക്കുന്നത്, കുഞ്ഞു കുട്ടികളെ ഷട്ടിൽ പഠിപ്പിക്കുന്ന ഒരു ജോലിയായിരിക്കും കേട്ടോ സ്കൂളിൽ. അപ്പോൾ ഇവനാണെങ്കിൽ നീ ക്ലാസ് റിയൂണിയന് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ടൈമിൽ നീ വരാതിരുന്ന എങ്ങനെ ശരിയാവൂടാ, നിന്റെ ഫസ്റ്റ് ലവിനെ കണ്ടുപിടിക്കേണ്ടേ, അവളെ കാണുന്ന ടൈമിൽ നീ എന്തായാലും അവളോട് സംസാരിക്കണം, നിന്നെ എനിക്ക് ഒരുപാട് കാലമായിട്ട് ഇഷ്ടമാണ്, നമുക്ക് ഡേറ്റിംഗ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കണം, നിനക്ക് തീരെ ധൈര്യമില്ല കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുന്നതും ഞാൻ അവളെ കണ്ടാലും അവളെ പോലൊരു പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാവുമോ എന്നാണ് കേട്ടോ ഇവൻ അവിടെ ചോദിക്കുന്നത്. എടാ അതൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഇവന് മാക്സിമം കോൺഫിഡൻസ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലീഗുനാണെങ്കിൽ നേരെ ചെല്ലുന്നത് അനിയൻ വർക്ക് ചെയ്യുന്ന ഏജൻസിയിലേക്ക് ആയിരിക്കും കേട്ടോ. ഇവനാണെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ടൈമിൽ ആ ഡോറിൽ ഇവന്റെ അനിയന്റെ പിക്കാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ എന്താടാ ആളുകൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് ഇവന്റെ പേനെടുത്ത് അവന്റെ കണ്ണുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൻ വരുന്ന ടൈമിൽ അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട് കേട്ടോ. അയ്യോ നിങ്ങൾ ആ ഫേമസ് ആയിട്ടുള്ള ടെന്നീസ് പ്ലെയർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ല, അത് ലീഷനാണെന്ന് പറയുന്നതും അല്ല എനിക്ക് തെറ്റിയിട്ടില്ല, പണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കൊറിയയ്ക്ക് വേണ്ടി വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടില്ലേ, ഞാൻ നിങ്ങളുടെ ഭയങ്കര വലിയ ഫാനാണെന്നൊക്കെ പറയുമ്പോൾ ഇവന് നല്ല സന്തോഷം വരുന്നുണ്ട് കേട്ടോ. ഇവളും ഇതുപോലെ വുമൺസിന്റെ ടെന്നീസ് പ്ലെയർ ആയിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ചാസിയോനെ അല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കളി കണ്ടിട്ടാണ് നിങ്ങളുടെ ഫാനായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നും അതുപോലെ നിങ്ങളുടെ ആ മെഡൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ലീഗൻ പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ സങ്കടമായി പോയി എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഏജൻസിയിലാണ് ഉള്ളതല്ലേ, നിങ്ങൾ എന്താ വീണ്ടും കളിക്കാത്ത, നിങ്ങൾ കളിക്കുകയാണെങ്കിൽ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഈ ഏജൻസിയുടെ മാനേജർ വന്നിട്ട് നീ എന്താ ഇവിടെ ആവശ്യമില്ലാത്ത ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ലീഗുനാണെങ്കിൽ എന്റെ പേന കാണാനില്ലല്ലോ, ടോയ്ലറ്റിൽ വെച്ച് മറന്നു എന്ന് പറയുന്നതും അനിയനാണെങ്കിൽ ആ പേന പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കോൾഡ് ആയിട്ട് എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിക്കൊണ്ട് വരും, ആരും എൻ്റെ ഫോട്ടോയിൽ കുത്തി വരഞ്ഞിട്ടുണ്ട്, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുന്നതും ലീഗുനാണെങ്കിൽ പിന്നീട് ഡ്രിങ്ക്സ് വാങ്ങാൻ പോകുന്നുണ്ട്. ആ ടൈമിലാണ് ക്യുജോങ് വിളിക്കുന്നതും നമ്മുടെ ലഗേജസ് മാറി
പോയി, എനിക്കത് തിരിച്ചെത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്ന ലീഗുവിനോട് ആഹാ എന്നിട്ട് താൻ ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇയാളുടെ അഡ്രസ് അയക്കി ഈ ആഴ്ച സാധനം അവിടെ എത്തിക്കാന്ന് പറഞ്ഞ് കോൾ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇവന് മാത്രമേ തിരക്കുള്ളൂ, എനിക്കും തിരക്കില്ല, ഇത് അർജന്റായിട്ട് കിട്ടണല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതാണ് കാണിക്കുന്നത്. ലീഗുനാണെങ്കിൽ ഈ ഡ്രിങ്ക്സുമായിട്ട് അനിയന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയന് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ ഈ മാനേജർ ആണെങ്കിൽ ഇവനോട് ഇത്തിരി മോശമായിട്ടൊക്കെയാണ് പെരുമാറുന്നത്. ഒരു ഫയൽ കൊടുത്തിട്ട് കോപ്പി എടുത്തു കൊണ്ടുവരാൻ പറയുന്നതും ആ ടൈമിൽ ചേസിയോനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ മാനേജർ ആണെങ്കിൽ പുറത്തേക്ക് പോകാനാണ് ഇങ്ങനെ ആക്ഷൻ ഒക്കെ ഇടുന്നത്. ലീഗുനാണെങ്കിൽ ഈ ഫയൽ എടുത്തിട്ട് ഇങ്ങനെ കോപ്പി എടുത്തിട്ടൊന്നും കാര്യമില്ല, അനലൈസ് ആണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചേസിയോനെ ആണെങ്കിൽ ആഹാ താൻ കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ ഇവളുടെ റെക്കോർഡ്സ് ആയിരിക്കും ഇവൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിന്റെ സ്ട്രോക്കിംഗ് സ്പീഡൊക്കെ നല്ലതാണ്, പക്ഷേ എന്തൊരു പ്രശ്നം കാണുന്നുണ്ടല്ലോ, നിന്റെ മുട്ടിന് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നു എന്ന് ചോദിക്കുന്ന ടൈമിൽ മാനേജർ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. ഒരു അത്ലറ്റിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എന്ത് ധൈര്യമുണ്ട്, നിന്റെ അനിയൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ്റെ മാനേജറായിട്ട് ഞാൻ നിന്നെ നിയമിച്ചത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതും അതുപോലെ നീ നിന്റെ അനിയനെ വിറ്റിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ നിലത്ത് വീഴുന്ന ടൈമിൽ പെട്ടെന്ന് ഇവന് നന്നായിട്ട് ആ കൈ അങ്ങ് വേദനിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നതാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ക്യുജിയോങ് ആണെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യായിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് ആണെങ്കിൽ ഡോക്ടർ എനിക്ക് മനസ്സമാധാനം, എനിക്ക് എപ്പോഴും ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ കാലിങ്ങനെ വിറയ്ക്കുന്നതും അതേസമയം തന്നെ ഇവളും പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി, ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ. എന്നാൽ ഇവളുടെ കാലും അതുപോലെ വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇവൾ വീണ്ടും ലീഗുനെ വിളിക്കുന്നുണ്ട്. ലീഗുൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അറിയുമ്പോൾ ഇവൾ ശരിക്കും ദേഷ്യപ്പെടുന്നതും ഇനി ആ ഡോക്യുമെൻറ്റ്സ് എങ്ങാനും ഇവൻ വേറെ വല്ല ഹോസ്പിറ്റലിന് കൊടുക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഇവൾ ആകെ ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് റിസപ്ഷനിൽ നിന്നൊരു കോൾ വരുന്നത്, എമർജൻസി കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ കേസ് എന്ന് ചോദിക്കുമ്പോൾ റിസ്റ്റ് പെയിൻ ആണെന്ന് പറയുമ്പോൾ എന്തിനാ എന്നെ വിളിച്ചത്, ഓർത്തോയിലേക്ക് വിളിച്ചാൽ പോരെ എന്നൊക്കെ ഇവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇത് പ്രൊഫസർ ഹാനിൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നതും ഇവൾ നോക്കുന്ന ടൈമിൽ ഇവനെ കാണുന്നതും ഇവൾക്ക് ആളെ മനസ്സിലാകുന്നുണ്ട്.